ഹരി ഓം. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സഹർഷം സ്വാഗതം. 208 ദിവസം കഴിഞ്ഞു, 209 209 ദിവസമാണ്. ഈ കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തീരുന്നില്ല. നിയതകർമ്മം, നിത്യകർമ്മം, നൈമിത്തിക കർമ്മം. കാരണം അത് നമുക്ക് ഏറ്റവും സംശയമുളവാക്കുന്നത് തന്നെയാണ്. നമുക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് വീണ്ടും അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ തോന്നുന്നു. നമ്മൾ കർമ്മത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് കൃഞ്ഞ് കരണേ എന്നുള്ള അതിൻ്റെ കർമ്മത്തിൻ്റെ ധാതു, ചെയ്യുക, ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിനെയാണ് കർമ്മത്തെ നമ്മൾ ചലനം എന്ന് മനസ്സിലാക്കിയത്. ആദ്യം അറിയേണ്ടത് കർമ്മം എന്നുള്ളത് കേവലം മനുഷ്യനെ സംബന്ധിക്കുന്നത് മാത്രമല്ല. ഈ പ്രപഞ്ചത്തിൽ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് അത് ഗീതയിൽ പറഞ്ഞത്? എന്താ? നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. മറന്നുപോകരുത്. എന്താണ് നഹി കശ്ചിത് ക്ഷണമപി? ഒരു ക്ഷണനേരം പോലും കർമ്മമില്ലാത്ത ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല. അപ്പോൾ ആ കർമ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ചലനം എന്നുള്ള നിലയിലാണ്. അത് ക്ലിയറാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ച മനുഷ്യനെ സംബന്ധിക്കുന്ന, നമ്മളെ സംബന്ധിച്ച് കർമ്മങ്ങളുമായി നമുക്കുണ്ടായിരിക്കേണ്ടുന്ന നിയമങ്ങൾ, അത് നാം പുലർത്തേണ്ടുന്ന നിയമങ്ങളാണ്. അതിനെയാണ് നമ്മൾ കർമ്മയോഗ സൂത്രം, ചതുസൂത്രി എന്ന് പഠിച്ചത്. അത് ഗീത 2-ാം അധ്യായത്തിൽ. എന്താണത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. 4 നിയമം. പ്രസിദ്ധമായ ശ്ലോകം, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇതറിയാം. കർമ്മണി ഏവ തേ അധികാരഃ. നിനക്ക് കർമ്മത്തിൽ അധികാരമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഏത് കർമ്മത്തിൽ? ഏത് കർമ്മത്തിലും. മാ ഫലേഷു, ഫലത്തിൽ എന്തില്ല? നമുക്ക് അധികാരമില്ല. കാരണം നമ്മളെ ആശ്രയിച്ചല്ല കർമ്മഫലം. അതാണ് 2-ാമത്തെ നിയമം. മാ കർമ്മഫല ഹേതുർഭൂ. കർമ്മത്തിന് ഫലമുണ്ട്. ആ ഫലത്തിന് നീ ഹേതുവാകരുത്. എന്താണ് ഫലം? അനുകൂലം, പ്രതികൂലം, അല്ലെങ്കിൽ സമ്മിശ്രം. നീ ആ കർമ്മഫലത്തിന് ഹേതുവാകരുത്. എന്ന് നമ്മളോട് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി പറഞ്ഞതാ. ആകുന്നുണ്ട് നമ്മൾ, അത് വേറെ കാര്യം. പക്ഷെ ഒരു ഉപദേശം എന്നുള്ള നിലയിൽ നിയമമായി പറയുമ്പോൾ നമ്മളോട് പറയുകയാണ് അതിന് ഹേതുവാകരുത്. സന്തോഷിക്കുക, ദുഃഖിക്കുക, അതിരറ്റ് സന്തോഷിക്കുക, അതിരറ്റ് ദുഃഖിക്കുക, ആകാംക്ഷപ്പെടുക, വേവലാതിപ്പെടുക, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള അധികാരം, സ്വാതന്ത്ര്യം, അവകാശം. കർമ്മഫലത്തിൽ പ്രത്യേകിച്ച് കർമ്മഫലത്തിൽ ഇച്ഛ വയ്ക്കരുത്. കർമ്മഫലത്തിന് ഹേതുവാകരുത്. എന്നാൽ പിന്നെ കർമ്മമേ വേണ്ട എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതെ, കർമ്മം ചെയ്യാതെ ഇരിക്കുകയും അരുത്. ഇതാണ് 4 നിയമങ്ങൾ. പിന്നെ നമ്മൾ അതിൻ്റെ കർമ്മങ്ങൾ എന്താണ്, ഈ ചലനം എന്താണ് എന്ന് മനസ്സിലാക്കി. ഉയർത്തലും താഴ്ത്തലും വലിക്കലും ചുരുക്കലും പോക്കുമാണ് എന്ന് സുരേശ്വരാചാര്യരെ വേദാന്തത്തിൽ ദക്ഷിണാമൂർത്തി സ്തോത്രം മാനസോല്ലാസത്തിന് വാർത്തികയായിട്ട് അദ്ദേഹം
അവിടെ കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് സുരേശ്വരാചാര്യരാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധംബുദാഹ എന്ന് പറഞ്ഞു. ഉയർത്തലും താഴ്ത്തലും വലിക്കലും ചുരുക്കലും പോക്കും. അത് ഈ ഏത് ഹൈഡ്രോളിക് എൻജിനാണെങ്കിലും JCB ആണെങ്കിലും ഒക്കെ ഇതാണ് ചലനങ്ങളുടെ ആ മൂമെൻറ്റിൻ്റെ ഒരു ഡയറക്ഷൻ പറഞ്ഞതാണ്. അത് നമ്മുടെ കൈകാലുകളെ കൊണ്ടാകാം, തല കൊണ്ടോ എന്തുകൊണ്ടൊക്കെ ആവാം, ഉപകരണങ്ങളെ കൊണ്ടാവാം, ഇത്യാദികളെ കൊണ്ടൊക്കെ ഇത്യാദി കാര്യങ്ങൾ, ഒരു ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഈ പറഞ്ഞ ആറ്റങ്ങളുടെയൊക്കെ സഞ്ചാരമൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. ആ കർമ്മം കൊണ്ട് നമുക്ക് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചും പറഞ്ഞു. അതെന്താണ്? ഉത്പാദ്യം. നമുക്ക് ഓരോന്നിനും ഉൽപ്പാദിപ്പിക്കാം. താജ്മഹൽ മുതൽ വികാര്യം, വികാരപ്പെടുത്താം. പാലിനെ തൈരാക്കാം, തൈരിൽ നിന്ന് മോരുണ്ടാക്കാം, എണ്ണ ഉണ്ടാക്കാം, നെയ്യുണ്ടാക്കാം, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്, ഡയറി പ്രോഡക്റ്റ്, അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത് പൗഡറാക്കാം. അതെല്ലാം എന്താണ്? സംസ്കാര്യമാണ്. വികാരം, സംസ്കാര്യം. ഈ എന്താ പറയുക, ക്രൂഡ് ഓയിലിൽ നിന്ന് അവസാനത്തെ ബിറ്റുമിൻ, ടാറ് മുതൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഡീസലും കിറോസിനും വൈറ്റ് പെട്രോളും ഗ്യാസും ഇതെല്ലാം, സ്വർണം, പല ലോഹങ്ങളും സംസ്കരിച്ചെടുക്കുന്നു നമ്മൾ. അപ്പോൾ ഉത്പാദ്യമുണ്ട്, വികാരമുണ്ട്, സംസ്കാര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാപ്യം, ഒരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം നടന്നിട്ടൊക്കെ. ആരും പറയുന്നത് കേട്ടു, സത്യപ്രതിജ്ഞയ്ക്ക് 1000 ആളുകളെയും കൂട്ടി ഞാൻ നടക്കും എന്ന്. അതെ, എവിടുന്ന് വേണമെങ്കിലും നടക്കാം, എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം, റോഡ് ഉണ്ടെങ്കിൽ. നീന്താം, അങ്ങനെ പലതും ചെയ്യാം. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഇനിയോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. അതിൽ നമുക്ക് എന്തുണ്ട്? അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഫലത്തിലില്ല. പറഞ്ഞ പോലെ ഫലത്തിന് ഹേതുവാകരുത്. ഫലത്തിലില്ല എന്നുള്ളത് ഒരു അസന്നിഗ്ധമായ നിയമം. ഹേതുവാകരുത് എന്നുള്ളത് ഒരു ഉപദേശമാണ്. കർമ്മം ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളത് ഒരു ഉപദേശമാണ്. അത്രയേ ഉള്ളൂ. ഇനി ഈ നമ്മൾ ഓരോരുത്തരും എന്നിൽ നിഹിതമായത് ഞാൻ ഏത് ചെയ്യണം, അവൻ ഏത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ആർക്കാണ് എന്ന സംശയം. നമുക്കല്ലാതെ പിന്നെ ആർക്കാ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. കൃഷ്ണൻ്റെ പ്രസിദ്ധമായ വചനങ്ങൾ എടുത്ത്, സന്ദർഭം എടുത്ത് പറഞ്ഞതാ. ഏതാണ് ആ സന്ദർഭം? ആ സ്വാതന്ത്ര്യത്തെ എന്താ പറയുന്നത്? ഞാൻ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. കൃഷ്ണൻ്റെ തീരുമാനമാണ്. ഭീഷ്മർ തീരുമാനിക്കുന്നു കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന്. രണ്ട് കോൺട്രഡിക്ഷനാണത്. ഇതിലും വലിയ ഉദാഹരണം ജമ്മത്തില്ല ഈ വിഷയത്തിൽ. അപ്പം കൃഷ്ണൻ ആയുധം എടുക്കില്ല എന്നുള്ളത് ലോകര് മുഴുവൻ അറിയുന്ന പ്രതിജ്ഞ. യുദ്ധത്തിന് മുമ്പേ മൂപ്പരെടുത്ത പ്രതിജ്ഞ സർവർക്കും അറിയാം. ഭീഷ്മരുടെ പ്രതിജ്ഞയോ, ഞാൻ ഇവനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന് പറഞ്ഞത് ആർക്കും അറിയില്ല. ദുര്യോധനൻ മുതലായിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് 9ാമത്തെ ദിവസം എടുത്ത പ്രതിജ്ഞ, യുദ്ധം തുടങ്ങിയിട്ട്. അങ്ങനെയാണ്. അപ്പോഴാണ് 10ാമത്തെ ദിവസം ഭീഷ്മർ നിലം പതിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെടുക്കുന്നത്? ചക്രം എടുക്കുന്നു. ഈ ചക്രം, രഥത്തിൻ്റെ ഒരു ചക്രം എടുക്കും. വാസ്തവത്തിൽ ഈ ചക്രം ഏതാണ്? ധർമ്മവും അധർമ്മവുമാണ് ഈ രണ്ട് ചക്രം. ഇതിൽ ഭഗവാൻ എടുക്കുന്ന ചക്രം ധർമ്മചക്രമാണ്. ഭീഷ്മർക്ക് നേരെ ഉപയോഗിക്കും. അപ്പം എല്ലാവരും തടയും. കൃഷ്ണനെ എല്ലാവരും തടയും. നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. രവിവർമ്മയുടെ അതിമനോഹരമായിട്ടുള്ള ഈ സന്ദർഭത്തെ അവതരിപ്പിക്കുന്ന ഒരു ഓയിൽ ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം അങ്ങനെയാണ്, ഓയിൽ പെയിൻ്റാണ്. കൃഷ്ണൻ്റെ ഉത്തരിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നതും, അർജുനൻ കാലിൽ കെട്ടിപ്പിടിച്ച് അരുതെന്ന് അപേക്ഷിക്കുന്നതും, കുറച്ചൊരു തീക്ഷ്ണമായ കണ്ണുകളോടൊക്കെ കൂടിയിട്ട്
വളരെ ദൂരെ ഭീഷ്മർ കൈകൂപ്പി നിൽക്കുന്നത്, എന്നെ അനുഗ്രഹിക്കുന്നുള്ള മട്ടിൽ. അപ്പോൾ ഭീഷ്മരപ്പോൾ മനസ്സുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങ് ആയുധം എടുക്കില്ല എന്നുള്ളത് ലോകർക്ക് മുഴുവൻ അറിയാം. പക്ഷേ അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്ന് അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞുവല്ലോ. എൻ്റെ പ്രാർത്ഥനയെ സഫലീകരിക്കാൻ അങ്ങ് ഒരു ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ തോൽക്കുന്ന പോലെ എന്നെ അനുഗ്രഹിക്കാൻ എന്ന വണ്ണം അങ്ങ് ഈ ദൗത്യം നിർവഹിക്കുന്നുവല്ലോ എന്ന് ഭീഷ്മരുടെ ഗംഭീരമായിട്ടുള്ള ഒരു കൃതജ്ഞതയുണ്ട്. അപ്പോൾ ഇതിനെ അരുതെന്ന് പറയുമ്പോഴുള്ള ഭഗവാന്റെ നിലപാടെന്താ? അർജുനനോട് കർത്തും അകർത്തും അന്യഥാ കർത്തും അഹമേവ ശക്യാർജുന. കർത്തും ചെയ്യാൻ, അകർത്തും ചെയ്യാതിരിക്കാൻ, മറിച്ചു ചെയ്യാൻ, അന്യഥാകർത്തും എന്നിൽ അധികാരമുണ്ട്. അത് കൃഷ്ണനിൽ മാത്രമുള്ള അധികാരമാണോ? അല്ല, നമ്മുടെ അധികാരമാണ്. അപ്പം എനിക്ക് എൻ്റെ രക്ഷിതാക്കളെ പരിരക്ഷിക്കാം, എനിക്ക് അവരെ തിരിഞ്ഞു നോക്കാതിരിക്കാം, എനിക്ക് അവരെ വേഗത്തിൽ മരിക്കാൻ വേണ്ടി വിഷം കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നാട്ടിൽ. സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സത്കർമ്മവും ദുഷ്കർമ്മവും ചെയ്യുന്നത്. സമൂഹത്തിൽ ഈ സത്കർമ്മവും ദുഷ്കർമ്മത്തിനും കാരണം എന്താ? നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. ഓരോരുത്തർക്കും അത്ര കാര്യമായിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പിന്നെ ആകെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താ? അവനവൻ ഗുരുദേവൻ പറയുന്ന നാരായണ ഗുരുദേവൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ആണിക്കല്ല്, നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്പിരിച്വാലിറ്റിയുടെ ആണിക്കല്ല് അതായിരിക്കണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അപ്പം എൻ്റെ കർമ്മങ്ങളിൽ അപരനെ കൺസിഡർ ചെയ്യുക, അത് കേവലം മനുഷ്യനെ മാത്രമല്ല. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വീണ്ടും ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പ. അതിൽ ഉറുമ്പിനെക്കുറിച്ച് ഞാൻ കൺസേൺ ആണ്. കാരണം എന്താണ്? എന്നെ പോലെ ജീവിക്കാനുള്ള റൈറ്റ് അതിനുണ്ട്. അത് ഞാൻ അനുവദിച്ചു കൊടുക്കലാണ് എൻ്റെ കർത്തും അകർത്തും അന്യഥാകർത്തും. വൈക്കം മുഹമ്മദ് ബഷീറിന് ചായയുടെ കപ്പ് അതുപോലെ വെക്കാം, അതിൽ ഉറുമ്പ് വന്ന് വീണ് ചാവട്ടെ, അതിനിപ്പോൾ എന്താ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാവരും വെക്കുന്നത് പോലെ അല്ലാതെ അദ്ദേഹം അത് കമഴ്ത്തി വെക്കുന്നു. എന്തിനാ? അതിൽ ഉറുമ്പുകൾ വരാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ജീവൻ ഞാൻ കാരണം, എൻ്റെ ഒരു ചായക്കപ്പൽ അതിൻ്റെ ജീവൻ ഹോമിക്കപ്പെടേണ്ട എന്ന അദ്ദേഹത്തിൻ്റെ അതിനോടുള്ള കാരുണ്യം. അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൊച്ചു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ബഷീർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഗീതയിൽ ഭക്തൻ്റെ ലക്ഷണം പറയുമ്പോൾ സർവഭൂത ഹിതേരതാഹ എന്ന് പറയും. സർവഭൂതങ്ങളുടെയും ഹിതകാംക്ഷിയായിട്ടുള്ളവൻ ആരോ അവനാണ് ഭക്തൻ. എൻ്റെ ഭക്തൻ്റെ ലക്ഷണം പറയുമ്പോൾ പറയുക. അപ്പം നിങ്ങൾ ഈ നെറ്റിയിൽ കുറിയും തൊട്ട് ഏത് നേരം അമ്പലവും ചുറ്റി അവിടെ ശയന പ്രദർശനം ചെയ്യുന്നവനെയൊക്കെയാണ് ആധുനിക ലോകം ഭക്തൻ എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന എന്താ പറയുക, മൃഗങ്ങളോട് ചെയ്യുന്ന സ്വന്തം ചുറ്റുപാടിനോട് ചെയ്യുന്ന ദ്രോഹത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല, സ്വന്തക്കാരോടും വീട്ടുകാരോടും ഒക്കെ. പക്ഷെ പേര് ഭയങ്കര ഭക്തനാണ്, അതും കൃഷ്ണഭക്തനാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. കാരുണ്യത്തിൻ്റെ മൂർത്തിയാണ് മൂപ്പര്. അതിന് എന്തെങ്കിലും ഗുണം വേണ്ടേ? കാരണം ശാസ്ത്രീയമായിട്ടല്ല ഭക്തൻ എന്ന നിർവചനത്തിന് നമ്മൾ ഒരാളെ ഒരാളിലേക്ക് ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നത്. ആ തലത്തിലല്ല. അമ്പലത്തിൽ പോകുന്നുണ്ടോ, ചിഹ്നങ്ങൾ അണിയുന്നുണ്ടോ, അതാണ് ഇന്നത്തെ ലക്ഷണങ്ങൾ, ധർമ്മശാസ്ത്രത്തിലെ ലക്ഷണങ്ങളല്ല. കർമ്മത്തെ സംബന്ധിച്ച് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കൂ. പിന്നെയുള്ള നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും. നിത്യകർമ്മം ഓരോരുത്തരെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് നിത്യകർമ്മം എന്താണ്?
കേസുകൾ പഠിക്കുക. അത് അദ്ദേഹത്തിൻ്റെ കേസ് മാത്രം പഠിച്ചാൽ മതിയോ? ലോകത്തിലെ സകലമാന കേസുകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വായന അഡ്വക്കേറ്റിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലെല്ലാം ലോ പോയിന്റ് കണ്ടെത്തുക. സമാനമായ കാര്യങ്ങൾ, നല്ല വായനയും, നമ്മൾ ഈ പരന്ന വായന എന്ന് പറയും, നമുക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമൊന്നുമില്ല. പഠിക്കുക എന്നുള്ളതാണ് ഏതാണെങ്കിലും. അപ്പോൾ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്താ, ദിവസവും ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ മുഴുവനൊന്ന് വായിക്കും. അത് പല ന്യൂസ് പേപ്പറുകൾ വായിക്കും. ന്യൂസ് പേപ്പർ പലരും പല വിധത്തിലാണ് വായിക്കുക. നമ്മുടെ അമ്മമ്മ ആദ്യം വായിക്കുന്നത് ചരമകോളമാണ്. അതിൽ ചരമകോളം, പിന്നെ ഇതേപോലെ ആക്സിഡൻറ്റിൽ അതാരാണ് മരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും അങ്ങനെയാണ്. കുറച്ചൊരു പൊളിറ്റീഷ്യൻസും ഇതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് ഇതായിട്ടുള്ള ആളുകളെ ഏതും പത്രത്തിലെ ഏറ്റവും ആദ്യം നോക്കുന്നത് എന്താണ്? എഡിറ്റോറിയലാണ്. അതൊരു കാമ്പുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരു നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പണ്ട് പത്രങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എഡിറ്റോറിയലും കണക്ക് തന്നെ. എഡിറ്റോറിയലിനൊക്കെ ഒരു വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് ഉണ്ടാവും. കാർട്ടൂൺ, നമ്മുടെയൊക്കെ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഗഫൂറിൻ്റെ കാർട്ടൂണാണ്. മനോരമേണി യേശുദാസിൻ്റെ കാർട്ടൂൺ, ഇപ്പോൾ ഗോപികൃഷ്ണൻ്റെ കാർട്ടൂൺ, മാതൃഭൂമിയിൽ പലരുടെയും, ഒ വി വിജയൻ്റെ കാർട്ടൂണൊക്കെ ആരാ നോക്കുന്നത്? ഒരു സാധാരണക്കാരൻ മോശക്കാരനല്ല. ഒ വി വിജയൻ്റെ കാർട്ടൂൺ മനസ്സിലാവുമോ? അത് മനസ്സിലാവണമെങ്കിൽ വി കെൻ്റെ പുസ്തകം വായിക്കുന്നത് പോലെ. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുറേ വേറെ കാര്യങ്ങൾ മനസ്സിലാവും. മൂപ്പര് ഗീതയുടെയൊക്കെ ഒരു വരി അരവരിയൊക്കെ ഓരോന്നിൽ പറയും. അതേപോലെ ഈ പുണ്യാഹ കർമ്മം, ശാന്തി കർമ്മം ഇത്യാദി പല കാര്യങ്ങളും അറിയെങ്കിലേ അത് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ട്. അപ്പോൾ ചിലർക്ക് അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിത്യകർമ്മങ്ങൾ ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ ഇന്നലത്തെ സീരിയൽ കറണ്ട് പോയപ്പോൾ കാണാൻ പറ്റിയില്ല, അതിനെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണലല്ല. അവരുടെ നിത്യകർമ്മത്തിൽ ഉൾപ്പെടുത്തുന്ന രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോവുക, മെഡിറ്റേഷൻ ഇത്യാദി കാര്യമായിരിക്കില്ല. അവരുടെ മെഡിറ്റേഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഓരോ വിധത്തിലാണ്. ഇവരുടെ ഒന്നും കോൺസെൻട്രേഷൻ്റെ 7 അയലത്ത് വരില്ല. വേറൊരുത്തം പൂജാമുറിയുടെ മുന്നിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, വെറുതെ ലോട്ടറി കിട്ടുന്ന കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് വേറെ. ഇത് ചിലപ്പോൾ വെറുതെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി ഇങ്ങനെ എവിടേക്കോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ മെഡിറ്റേഷനാണ്, ധ്യാനമാണ്. ചിത്തസ്യ അഗ്രേ ഏക വസ്തു വിഷയകത്വം. അപ്പോൾ ആ ആളുടെ നിത്യകർമ്മവും നിയതകർമ്മവും എന്താണ്? ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളാണ്. എല്ലാവരും കിണ്ടിയും വെള്ളവും എടുത്ത് പൂജ ചെയ്യണം എന്നാണോ നിത്യകർമ്മം? ധർമ്മശാസ്ത്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു കാലത്ത് മനുഷ്യൻ്റെ ജീവിത രീതി, അവൻ ചെയ്തിരുന്ന തൊഴിൽ ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് എത്രയോ തുലോം മാറിക്കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലത്തിൽ. അതിന് അഡ്വാൻസ് ആയിക്കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. തൂമ്പെടുത്ത് ഇറങ്ങുന്നതിന് പകരം ട്രാക്ടറുമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഒരു കർഷകൻ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക, ഇസ്രായേലിലൊക്കെ പോയിട്ടുണ്ട്, പലസ്തീനിലൊക്കെ. അപ്പോൾ ഇസ്രായേലിലൊരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മൺവെട്ടിയായിട്ടാണോ അയാൾ ഇറങ്ങുന്നത്? അല്ല. മൂപ്പരുടെ എന്താ പറയുക, ഒരു ക്യാബിനകത്ത് കയറി ഇരുന്ന് മൂപ്പരവിടെ പ്രോഗ്രാമിങ് ചെയ്യുക. വെണ്ടയ്ക്കയ്ക്ക് ഇത്ര വെള്ളം, വഴുതനങ്ങയ്ക്ക് ഇത്ര ഇന്ന ടൈമിൽ ഒക്കെ പ്രോഗ്രാം ചെയ്ത് മൂപ്പര് ഓക്കെ ആക്കി കഴിഞ്ഞാൽ പമ്പ് സെറ്റ് വർക്ക് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇത് ഇയാൾ അവിടുന്ന് വെള്ളം മുക്കി കൊണ്ടുവന്ന്, പണ്ടങ്ങനെയായിരിക്കാം, ഇപ്പം അങ്ങനെയാണോ?
അപ്പോൾ അയാളുടെ നിത്യകർമ്മങ്ങൾ രാവിലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മങ്ങളുണ്ട്. ഓരോരുത്തർക്കും അത് വ്യത്യസ്തങ്ങളാണ്. എന്നാൽ ലോകത്തെവിടെയായാലും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ മൂല്യങ്ങളെ ചേർത്തുകൊണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ വരുന്നത്. അച്ഛനും അമ്മയ്ക്കും തന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഒക്കെ താൻ തൻ്റെ ജീവിതത്തിൽ പ്രാമുഖ്യം നൽകുന്നത് അവിടെയാണ്. അതൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം. ഇപ്പം ഞാൻ സ്വീകരിക്കുന്നു, മറ്റൊരുത്തൻ സ്വീകരിക്കുന്നില്ല. എടാ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആരാ അത് ഫോഴ്സ്ഫുള്ളി അവനെ സ്വീകരിപ്പിക്കാൻ? അതിനെനിക്ക് അധികാരമില്ല. ഇപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിൽ നമുക്ക് ചിലതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കേരളത്തിലൊരു വിവാദം അതാണല്ലോ, ഭാരത് മാത എന്ന് പറഞ്ഞാൽ ആരാ പറയുന്നത് ഭാരത് മാത എന്ന്? ഒരു കൂട്ടർ, അവരുടെ ഭാരത് മാത. അല്ലാതെ ഭാരതം മുഴുവൻ അംഗീകരിച്ചതാണോ ഈ ഭാരത് മാത? അല്ല. അതങ്ങനെ ഒരു ഔദ്യോഗിക ചിഹ്നം ആയിട്ടില്ല നമ്മുടെ. ഇനി നാളെ ഇന്ത്യ സർക്കാർ ഇത് നമ്മുടെ ദേശീയ പതാക, ഏതൊരു ഇന്ത്യക്കാരനാണെങ്കിലും അതിനെ ആദരിച്ചേ മതിയാകൂ, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. എനിക്ക് അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ അവമാനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ജയിലിലാണ്. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം, പണ്ട് നമുക്ക് നല്ല ഒരു അടുപ്പുള്ള ഒരാളുണ്ട് തൃശ്ശൂരിൽ, രാംനാഥ് ജി. പക്ഷേ പാവം അദ്ദേഹം ഇപ്പം ഇല്ല, മരിച്ചുപോയി. വെളിയന്നൂരാണ് മൂപ്പരുടെ വീട്, തൃശ്ശൂർ. അപ്പോൾ ഒരു ദിവസം മൂപ്പര് ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ വളരെ നല്ല ആളാണ്, ഹൃദയശുദ്ധനാണ്. ഞങ്ങളവിടെ താമസിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൃശ്ശൂർ. സിനിമാ മിഷനിലുള്ള കാലം മുതലുള്ള അടുപ്പാണ്. ഒരു ഈശ്വര നിശ്ചയം, ദൈവനിയോഗം എന്നൊക്കെ പറഞ്ഞ പോലെ രാംനാഥ്ജിയുടെ ആ ഓഫീസ് തൃശ്ശൂരിൽ, അദ്ദേഹത്തിൻ്റെ വീട് നമ്മുടെ തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ഓഫീസായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു മോളേ ഉള്ളൂ, അവൾ വേറെ എവിടെയോ വിദേശത്ത് ജോലിയായിട്ട് പോയി. പിന്നെ വൈഫ് വേറൊരു ഫ്ലാറ്റിലേക്ക് അവർക്ക് മാറി. അപ്പോൾ അവർക്കൊരാഗ്രഹമായിരുന്നു, നമുക്കും വലിയ ഇഷ്ടമുള്ള ഒരു വീടാണ്, പഴയ ഒരു നായർ തറവാട് പോലത്തെ വീട്. അപ്പോൾ അവിടെയായിരുന്നു ഓഫീസ് തൃശ്ശൂരിൽ. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഈ രാംനാഥ് ജി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, എവിടെയാണ് പോകേണ്ടത്? വെളിയന്നൂർ രാംനാഥിൻ്റെ വീട്ടിലേക്ക് വിട്ടതെന്ന്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അതെവിടെയാ സാറേ? നിനക്കറിയില്ല? വെളിയന്നൂർ അറിയാം, ഈ പറഞ്ഞ വീട് മനസ്സിലായില്ല, വിട് എന്ന് പറഞ്ഞു. അവിടെ എത്തി. മൂപ്പരുടെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ പറയും, ഇതാണ് വെളിയന്നൂർ രാംനാഥിൻ്റെ വീട്, മനസ്സിലായോ? മൂപ്പരാരാ സാറേ? ഞാൻ തന്നെ. അപ്പോൾ നമ്മളങ്ങനെ ശടിക്കണ്ട. നിങ്ങളൊരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കിയിട്ട് അതിനെ ലോകം മുഴുവൻ അംഗീകരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നടപ്പില്ലേ സാറേ? നടപ്പില്ല. അത് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണ്. മറ്റേതോ അങ്ങനെയല്ല. മറ്റേത് നമ്മുടെ ഒരു ഭരണഘടന നൽകുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോഴുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ചെയ്യാം, റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാം. ഇവിടെ ആ സ്വാതന്ത്ര്യമുണ്ട്. ചിലയിടത്ത് നമുക്ക് എന്താണ് ആ സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോൾ തിയേറ്ററിൽ ദേശീയഗാനം വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ള ഒരു നിയമം വന്നിരുന്നു. ഞാൻ എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും. മറ്റേതങ്ങനെയല്ലേ?
ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് ആൾക്കാർ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരാവകാശമൊന്നുമില്ല. നിങ്ങൾ ആരാധിക്കുന്നത് പോലെ തന്നെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്തും അകർത്തും അന്യതാകർത്തും. നമുക്ക് ഈ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ കർമ്മത്തിൻ്റെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഈ ചോദ്യം തന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമ്മയുടെ രക്ഷിതാക്കളുടെ കാര്യത്തിൽ നിന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വന്തം അമ്മയുടെ കാര്യത്തിലാണെങ്കിലും ഭാരതാമ്മയുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ആരാധിച്ചതാണ്. വാടകക്കാരൻ അത് ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയാളത് അവിടെ നിന്ന് എടുത്ത് മാറ്റും. നമ്മളെടുത്ത് മാറ്റുന്നില്ല എങ്കിൽ അയാൾ എടുത്ത് മാറ്റും. അതല്ല, ഇത് ഇവിടെ തന്നെ വെക്കണം എന്ന് പറഞ്ഞു വാടകയിലൊക്കെ നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അനുവദിക്കുമായിരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ബഹുമാനിതരാണ്. അയൽക്കാരൻ അതുപോലെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ സംഘർഷം മുഴുവൻ അതാണ്. അത് ഈശ്വരൻ്റെ രൂപങ്ങളാണെങ്കിലും ഒക്കെ മതങ്ങളുടെ സംഘർഷങ്ങളൊക്കെ അതാണ്. ഇത് നിയമം മനസ്സിലാക്കിയാൽ, ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ കർമ്മയോഗ നിയമം മനസ്സിലാക്കിയാൽ ഈ ഏടാകൂടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാവും. എല്ലാവരും പരസ്പരം മനസ്സിലാക്കിയാൽ മതി. കർത്തും അകർത്തും അന്യതാകർത്തും, ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനും. അവിടെ നമ്മൾ നാരായണ ഗുരുദേവൻ്റെ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപരന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അതെന്തുണ്ടാകുന്നത്? അത് സ്പിരിച്വാലിറ്റി എന്നുള്ളതിൻ്റെ ഏഴയലത്ത്, ആത്മീയതയുടെ ആധ്യാത്മികതയുടെ ഏഴയലത്തേക്ക് അത് വരുന്നില്ല. മറിച്ച് അത് ഒരു ദ്രോഹമായി മാറുന്നു. അതിന് മതവുമായി, ഈ സ്പിരിച്വാലിറ്റിയുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഈ കർമ്മത്തെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന് പറയും. ഇനി ഇതുമായിട്ടുള്ള ചോദ്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരരുത്. ഉണ്ടെങ്കിൽ വീണ്ടും 2, 3, 4 അധ്യായം കേട്ടാൽ മതി, തീരും. കാരണം അതിൽ നല്ല വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വിട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഗീതയിൽ നിന്ന് മാത്രമല്ല റെഫറൻസ്, ഉപനിഷത്തിൽ നിന്ന് കർമാണി കുർവന്നേവ ജിജീവിഷേത് ശതം സമാഹ ഉപനിഷത്ത് ചൊല്ലിയിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് കർമ്മം? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയെ വസ്തുസിദ്ധിർ വിചാരേണ നകിഞ്ചിത് കർമ്മകോടിഭിഹി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വിവേക ചൂടാമണി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. കുറേ എപ്പിസോഡ് 250, 300ഓളം എപ്പിസോഡ് എടുത്തെന്നാണ് തോന്നുന്നത്. കുറേ എപ്പിസോഡുണ്ട്. അതിൽ ഈ കർമ്മസിദ്ധാന്തമൊക്കെ വരുന്നതാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു. ന കർമ്മണ, കർമ്മം കൊണ്ട് സാധ്യമല്ല. പ്രജയ, ധനേന, ത്യാഗേന. എന്താണ്? അഹമേഷാം മമ ഏതേ ഇതം ന മമ. ഇതൊക്കെയാണ് ത്യജിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്ന സാത്വിക ജ്ഞാനം എന്നുള്ളത് എന്താ? ഈശാവാസ്യമിതം സർവം. അതാണ് ഇവിടെ പറഞ്ഞത്. തേന ത്യക്തേന ഭുഞ്ചിത, അതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് അനുഭവിക്കുക. ഏത് ത്യജിക്കാൻ? ഉടമസ്ഥാവകാശം. അപ്പോൾ സാത്വിക ജ്ഞാനം എന്ന് 18-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ? സർവഭൂതേഷു ഏനൈകം ഭാവമവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ഈശാവാസ്യമിതം സർവം യത് കിംച ജഗത്യാം ജഗത്. യത് കിംച ജഗത്യാം ജഗത് അസ്തി ഇതം സർവം ഈശാവാസ്യം. വിഭക്തം അവിഭക്തം. ഉപനിഷത്തിൽ സൂക്ഷ്മവും സ്ഥൂലവുമായിരിക്കുന്ന ഈ സ്ഥൂലമായിരിക്കുന്ന ഈ ജഗത്ത്, ഇതിന് കാരണമായിരിക്കുന്ന ഒരു ജഗത്ത്, ഈ ജഗത്തിൽ കാണുന്ന ഈ പഞ്ചഭൂതങ്ങൾക്കൊക്കെ കാരണമായിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ പഠിച്ചു.
അപഞ്ചീകൃത പഞ്ചമഹാഭൂതം, പഞ്ചീകൃത പഞ്ചമഹാഭൂതം രണ്ടും എന്താണ്? ഈശാവാസ്യം. ഈശ്വരനാൽ ആവാസ്യം, ആച്ഛേദനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ നാരായണ ഗുരുദേവൻ്റെ മൊഴിമാറ്റം എന്താണ്? ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കൊണ്ട് ചരിക്ക നീ മുക്തനായി, ആശിക്കരുത് ആരുടെയും ധനം. അങ്ങനെ യാത്ര ചെയ്യുന്നവനെയാണ് ഇവിടെ എന്തു പറഞ്ഞത്? അവൻ്റെ ബുദ്ധിയെയാണ് പറയുന്നത്. സാത്വികം വിദ്ധി. ആ ഏതുകൊണ്ടവൻ ഈക്ഷതയെ ഏതുകൊണ്ട് കാണുന്നു? ഈ ജ്ഞാനം കൊണ്ട്. അപ്പം കർമ്മങ്ങളിൽ ഈ ജ്ഞാനം. അതിനാണ് ഇന്നലെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആരു കാണുന്നു? അവൻ കാണുന്നു. അതിനെയാണ് ഇവിടെ സാത്വിക ജ്ഞാനം എന്ന് പറഞ്ഞത്. ഇത് പലതായിട്ട് ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഓരോരോ അബദ്ധങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചിലർ വെറും സാത്വികർ എന്നൊക്കെ പറയും. നമ്മൾ എല്ലാം ഈ വിശ്വത്തെ നിർമ്മിച്ചിരിക്കുന്നത് ഈ 3 ഗുണം കൊണ്ടാണ്. സൂര്യനെയും ചന്ദ്രനെയും എല്ലാറ്റിനെയും. ഇപ്പോൾ അതായിരുന്നു ആലോചിച്ചത്. അത് വ്യാസര് സൂര്യനെ പ്രകീർത്തിക്കുന്ന സൂര്യമണ്ഡലാഷ്ടകം ചമച്ചിട്ടുണ്ട്. അതിൻ്റെ ആരംഭത്തിലെ 4 വരി എന്താണെന്നറിയോ? നമസ്സവിത്രേ ജഗദേക ചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതിനാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ. ഒറ്റ ശ്ലോകം കൊണ്ട് വ്യാസര് സകലതിനെ അതിൽ ഘടിപ്പിച്ച് വെച്ചിരിക്കുക. നമസ്സവിത്രേ, സവിതാവേ, സൂര്യ എൻ്റെ നമസ്കാരം. ജഗദേക ചക്ഷുഷേ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കണ്ണാണ് അങ്ങ്. ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ, ഈ വിശ്വത്തിൻ്റെ രാവും പകലും ആയിട്ട് അതിനെ ഉദയാസ്തമയങ്ങളാണല്ലോ ഒരു ദിനനാഥനായിട്ടിരിക്കുന്നത്. അതാണ് ജഗത്തിൻ്റെ ഒരു ദിവസം പ്രസവിക്കുന്നത്, ആ ദിവസം ഒഴിയുന്നത്. ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മധാരിണേ, 3 ഗുണങ്ങളെ ധരിച്ചവനെ, സത്വരജ തമോ ഗുണങ്ങളെ. വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വര സ്വരൂപനായിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെയും മൂർത്തിയായിരിക്കുന്ന അങ്ങേക്ക് എൻ്റെ നമസ്കാരം. സൂര്യനിൽ ഇതെല്ലാം ആരോപിക്കുകയാണ്. ആദ്യത്തെ 4 വരിയില്ല, അങ്ങനെ അഷ്ടകമാണ്, 8 എണ്ണം ഉണ്ട്. യന്മണ്ഡലം ദീപ്തികരം വിശാലം രത്നപ്രഭം. അങ്ങനെ പിന്നെ അതിൻ്റെ പ്രഭയെക്കുറിച്ചും അതെല്ലാം അങ്ങോട്ട് വിസ്താരമാണ്. ഏത് സ്തോത്രങ്ങൾ, ഇപ്പോൾ ഭഗവത്പാദരുടെ ഗംഗാസ്തോത്രം എടുത്തു കഴിഞ്ഞാൽ പ്രകൃതിയെ പറഞ്ഞ് എല്ലാം ഈ സത്യത്തെയാണ് നമുക്ക് അല്ല ഓരോന്നല്ല. അതാണ് പറഞ്ഞത്. പൊട്ടന്മാർക്ക് എന്താണ്? പലതാണ്. ആരാണോ ഇതിനെയൊക്കെ ഒന്നായി കാണുന്നത്, അതിനെയാണ് ഈ സാത്വിക ജ്ഞാനം എന്ന് പറയുന്നത്. അത് ഉണ്ടാവാനാണ് ഈ ശാസ്ത്രശ്രവണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇതെല്ലാം വേറെയാണ്. ആ വേറെ എന്നുള്ള ചിന്ത ഏതാണ്? താമസികമായിട്ടുള്ള ജ്ഞാനമാണ്. അതൊക്കെ വരാൻ പോവുക, ഭഗവാൻ പറയാൻ പോവുക. ഈ കർമ്മസംബന്ധമായ സംശയം അത്യാവശ്യം തീർന്നിട്ടുണ്ടാവും തോന്നുന്നു. അത്യാവശ്യമായിരിക്കും. ഇതൊന്ന് വീണ്ടും വീണ്ടും കേൾക്കുക എന്താണെന്നുള്ളത്. അത്രേ. ബാക്കി നാളെ കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.